ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ 2024 അവസാന മാസത്തിലെ ഈ പ്രഭാതത്തിലേക്ക് ദൈവം കൂട്ടിവരുത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ഇന്ന് അനേകം പേര് ജീവിതത്തിൽ ക്ലേശങ്ങളും ഭാരങ്ങളും വേദനകളും കൊണ്ട് നട്ടം തിരിയുന്ന നാളുകളിൽ പ്രത്യാശ നിറഞ്ഞ ദിവസങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ ജീവൻ്റെ വചനമായ മന്ന നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നത് 106 സങ്കീർത്തനം, അതിൻ്റെ 4ഉം 5ഉം വചനങ്ങളാണ്. അതൊരു പ്രാർത്ഥനയാണ്. 106 സങ്കീർത്തനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു സങ്കീർത്തനമാണ്. കാരണം സങ്കീർത്തന പുസ്തകങ്ങൾ 5 എണ്ണം ഒരുമിച്ച് വരുമ്പോൾ 150 സങ്കീർത്തനങ്ങൾ വരും. ആ 5 പുസ്തകങ്ങളെന്നാണ് പറയുന്നത്. അതിലെ 4ാമത്തെ സങ്കീർത്തന പുസ്തകം അവസാനിക്കുന്ന ഇടമാണ് 106 സങ്കീർത്തനം. ഈ 106 സങ്കീർത്തനം ദൈവജനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പ്രാർത്ഥനയും ഒക്കെ ചേർന്നതാണെന്ന വിശേഷതയും ഈ സങ്കീർത്തനത്തിനുണ്ട്. ഈ സങ്കീർത്തനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ അനേകായിരം കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട്, ദൈവജനം പിന്മാറിപ്പോയ അനേക സംഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട്, ആ വിടുതൽ പ്രാപിച്ചു വന്ന ജനം, സന്തോഷം അനുഭവിക്കുവാൻ കൊണ്ടുവന്ന ജനം അവരുടേതായ തെരഞ്ഞെടുപ്പ് കൊണ്ട് നഷ്ടപ്പെടുന്നതായ അനുഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 106 സങ്കീർത്തനം. അതിൽ 4ഉം 5ഉം വാക്യങ്ങൾ എന്നെ വളരെയേറെ ആകർഷിക്കുകയുണ്ടായി. കാരണം അതൊരു പ്രാർത്ഥനയാണ്. യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടുന്നതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടുന്നതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടുന്നതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. ദൈവജനത്തോടൊപ്പം സന്തോഷിക്കുവാൻ, തെരഞ്ഞെടുത്തവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ, കൂട്ടായ്മയുടെ അനുഭവം പങ്കിടുവാൻ, അതിനൊക്കെ ഒരു സാധ്യത എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തരണമേ എന്നുള്ളതായ വളരെ വാഞ്ചയേറിയ ഒരു പ്രാർത്ഥനയാണ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാലത്തിൻ്റെ അന്ത്യത്തിലായിരിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ലോകം മുഴുവനും നീ നേടേണ്ടുന്നതിന് ഓടി നടന്നതുകൊണ്ടോ മറ്റുള്ളവരെ നേടേണ്ടുന്നതിന് നീ കഷ്ടപ്പെട്ടതുകൊണ്ടോ അതൊന്നും നമ്മെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുവാൻ ഇടവരികയില്ല. നീ നിന്റെ രക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാൻ, നിന്റെ ആത്മാവിൻ്റെ രക്ഷ അത് വളരെ പ്രാധാന്യമേറിയതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതായ അനേക വചനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവം തെരഞ്ഞെടുത്തവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ നാം അത് നിറവേറ്റുമ്പോഴും അവിടുത്തെ ചട്ടങ്ങളും പ്രാർത്ഥനകളും അവിടുത്തെ പ്രമാണങ്ങളും നമ്മുടെ സ്വന്തമായി നാം ഏറ്റെടുത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി നമ്മെ സമർപ്പിച്ച് ഓരോ ദിവസവും ജീവിക്കേണ്ടതായ അനുഭവമാണ് ഇന്നത്തെ ലോകത്തിൽ ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത്. നാം മനസ്സിലാക്കുമ്പോൾ സാത്താൻ വളരെ തന്ത്രത്തോടുകൂടെ ദൈവ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ ഖനിക്കുന്നതായ അനേക കാര്യങ്ങളിലൂടെ അവരെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങളുണ്ട്. വ്യക്തിപരമായ നിരാശകൾ, സഭാപരമായ നിരാശകൾ, ജോലിപരമായ നിരാശകൾ, പലതരത്തിലുള്ളതായ പ്രതിസന്ധികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തെ ഖനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളത്തിൽ നിന്നുയരുന്ന അനേക ചോദ്യ ശരങ്ങളെ കൊണ്ട് വിശ്വാസത്തെ ഖനിക്കുവാൻ ഇടവരുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന അനുഭവത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, ഇവിടെ നാം ദൈവസങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത്, യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണണം, എനിക്ക് കാണണം. ദൈവം തെരഞ്ഞെടുത്തവർക്കൊരു നന്മ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയിലും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ഒരു നന്മയുടെ വാഗ്ദാനം ദൈവം തൻ്റെ ജനത്തിന് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണമെങ്കിൽ നാം ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നവരായി തീരണം. അത് നമ്മളെ സ്വന്തമാക്കി ഏറ്റെടുത്ത് അതിനായിട്ട് വാഞ്ചിക്കണം. രണ്ടാമത് പറയുന്നത്, നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ എന്നെ പങ്കാളിയാക്കണമെന്നാണ്.
ദൈവവിശുദ്ധന്മാരുടെ ഓഹരി പ്രാപിക്കുന്ന ദിവസം അത് വലിയ പ്രതിഫലം കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് അവരുടെ ജീവിതത്തിൽ. ആ സന്തോഷത്തിൽ എന്നെയും പങ്കാളിയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. നിന്റെ അവകാശത്തോടുകൂടി ഞാനും പുകഴേണ്ടുന്നതിന് എനിക്കിട വരുത്തണമേ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ അവകാശം, ആ അവകാശം പ്രാപിക്കുന്ന ദിവസത്തില് അതിന് എന്നെയും പങ്കാളിയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. നിന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കടാക്ഷം അത് എന്നെയും കൂടെ ഓർത്ത് ആ രക്ഷ കൊണ്ട് എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവ് ഒരുക്കുന്ന നിത്യമായ സന്തോഷം, നിത്യജീവൻ പ്രാപിച്ചവർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ, നിത്യജീവന്റെ ഓഹരിക്കാരായി വേർതിരിച്ചെടുത്തുകൊണ്ടു പോകുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയും നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ, നമുക്കും അതിൽ പങ്കാളികളാകുവാൻ ദൈവത്തോടെ നമ്മുടെ ഓരോ ദിവസത്തെ യാചനകൾ വളരെ അത്യന്താപേക്ഷിതമാണ്. സങ്കീർത്തനക്കാരൻ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, പിതാക്കന്മാർ കാലം മുതൽ ദൈവത്തെ കോപിപ്പിച്ച് ജീവിച്ച അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങൾ, ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവരെ വേർതിരിച്ച് കൊണ്ടുവന്ന അനുഭവങ്ങൾ, അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ ഭൂമി അവർക്ക് നൽകപ്പെടുമ്പോൾ അവരിൽ 2 പേര്, ആ ഇറങ്ങി വന്നതിൽ 20 വയസ്സിന് മുകളിലുള്ള 2 പേരാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഓഹരിക്കാരാകുന്നത് അക്ഷരികമായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, പുതുവാന ഭൂമിയുടെ വാഗ്ദത്തം. നിത്യജീവന്റെ ഓഹരിക്കാരായവർക്ക് കൊടുക്കുന്ന പുതുവാന ഭൂമിയുടെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ 2024 ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. കർത്താവെ, ഞാൻ ഈ വഴിത്താരയിൽ എത്രയോ പ്രാവശ്യം വീണെങ്കിലും എൻ്റെ ദൈവം എന്നെ തളടിയാക്കാതെ നടത്തിയല്ലോ. ഈ വർഷത്തിൽ എത്രമാത്രം മരണകരമായ അവസ്ഥകളിലൂടെ എന്നെ കടന്നു പോകുവാൻ അനുവദിച്ചപ്പോഴും മരണത്തിന് എന്നെ ഏൽപ്പിക്കാതെ ഇരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവയെ പുകഴ്ത്തുവാൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ, അവിടുത്തെ നന്മകളെക്കുറിച്ച് ധ്യാനിക്കുവാൻ വരും ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ സങ്കീർത്തനം നിങ്ങൾക്കായും എനിക്കായും സമർപ്പിക്കുന്നു. രക്ഷ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളാൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളെ പ്രാപിക്കുവാൻ, പ്രത്യാശയിൽ നിറഞ്ഞു ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വീണ്ടെടുപ്പുകാരനും വേഗം വരുന്നവരുമായി ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വാനവിധാനത്തിൽ കോടാകോടി ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി എത്രയും വേഗം വരും എന്ന് വാഗ്ദത്തം തന്നതുകൊണ്ട് സ്തോത്രം. ആ വാഗ്ദത്തം നിവർത്തിക്കായി വാഞ്ചയോടെ പ്രത്യാശയോടെ ഞങ്ങളുടെ രക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, ഞങ്ങളുടെ പിഴവുകളെ അവിടുത്തോടെ ഏറ്റുപറയുവാൻ, ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നതിന് ദൈവസഹായത്തിനായി യാചിക്കുവാൻ ഈ ഒരു മാസക്കാലം ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന കഴിക്കുന്ന ഒരു മാസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകാതിരിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. വേദനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ താളടിയായി പോകുവാൻ പിശാച് കൊണ്ടുവരുന്ന സകല പരിശോധനകളെയും അതിജീവിക്കുവാനുള്ള അവിടുത്തെ അത്യന്ത ശക്തി അടിയങ്ങളിൽ വ്യാപരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവും മഹത്വം തിരുമേനി എടുക്കണം. സകലവും ഞങ്ങൾക്കായി വേഗം വരുന്ന രക്ഷകന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ പ്രിയമുള്ള പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.